ഈ നിരൂപകർ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ സിനിമയെക്കുറിച്ച് ഒരു ധാരണയില്ല, ഇല്ലെങ്കിൽ നിരൂപകർക്ക് ഏതാണ്ട് സിനിമ എടുക്കുന്നതിനപ്പുറത്തേക്കുള്ള നോളജ് വേണം എന്നൊക്കെയുള്ള ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിൽ നിന്ന്, ഒരു ആസ്വാദകൻ്റെ തലത്തിൽ നിന്ന് കാണേണ്ടതാണ് കല എന്നുള്ളതാണ്. അത് നമുക്ക് സംഗീതം അറിയണമെന്നില്ല, സംഗീതം ആസ്വദിക്കാൻ എന്നുള്ള പക്ഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത് ആസ്വദിക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റിയോ, നമ്മൾ അത് ആസ്വാദ്യകരമായോ? ശരിയാണ്, ചിലപ്പോൾ ചില കലകളൊക്കെ കാണാൻ നമുക്ക് അതിൻ്റെ മുദ്രകളൊക്കെ ധാരണ ഉണ്ടാവണം. പക്ഷേ സാധാരണഗതിയിൽ മാസ് മീഡിയം എന്നുള്ള അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ മുദ്രകളുടെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാണാൻ പറ്റുന്നൊരു കാര്യമാണിത്. അങ്ങനെ ഒരു കലയാണ്. ഈ ഇതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധധാരണ വരുന്നത്? അത് ഈ പറയുന്ന പൈസ ഇൻവോൾവ് ആണ്. പൈസ ഇൻവോൾവ് ആവുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, എന്നെ പ്രൊഡ്യൂസേഴ്സ് ആരും വിളിച്ചതുവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് എന്നോട് വിളിക്കുമ്പോൾ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ്, വളരെ നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അപ്പം അവരുടെ വിഷയമല്ല അത്. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് ലാഭം മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സിനിമ ചെയ്യിപ്പിച്ച ആളുകൾ, അവർക്കത് സാധിച്ചില്ല. ഉറപ്പായും അവിടെ ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ നിങ്ങളുടെ സിനിമ എന്തുകൊണ്ട് മോശമായി എന്നുള്ളത് അടക്കം വരും. അപ്പോൾ സ്വാഭാവികമായി ഇത് ആരുടെയെങ്കിലുമൊക്കെ തലയിലേക്ക് എടുത്തു വെക്കണമല്ലോ. അങ്ങനെ ഉണ്ടാകുന്നൊരു പ്രോസസ്സാണ് ഈ ഒരു സംഭവം. ഇപ്പം പണ്ട് നാടകങ്ങൾ ആളുകളിലേക്ക്, എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണ് നാടകങ്ങൾ പോയത്. അതേപോലെ കോമൺ ആയിട്ടുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് കഥ പറയുന്ന കേൾക്കുന്നതും അതുപോലെ പാട്ട് കേൾക്കുന്നതും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളൊരു ശാസ്ത്രീയ നൃത്തം കാണാൻ വേണ്ടി അല്ല തിയേറ്ററിലേക്ക് പോകുന്നത്. ഈ മോഹിനിയാട്ടത്തിനെ കുറിച്ച് അറിയാതെ ഞാൻ മോഹിനിയാട്ടത്തിൻ്റെ അത് കണ്ടിട്ട് അവരുടെ കൈയുടെ മൂവ്മെൻറ്റിൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫ്നെസ് ഉണ്ട്, ഒന്ന് മാറ്റി പിടിക്കണം എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് അങ്ങനെയാണെന്ന് ഡിഫൈൻഡാണ്. സിനിമ അങ്ങനെ ഡിഫൈൻഡായി വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. അത് ആർക്ക് വേണമെങ്കിലും, ഇപ്പം സിനിമക്കാർ തന്നെ അവർക്കെതിരെ ആരോപണങ്ങളോ അല്ലെങ്കിൽ സിനിമ മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലാത്ത സിറ്റുവേഷനിൽ അവരുടെ ഹാപ്പി മൊമെൻറ്റ്സിൽ അവർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒക്കെ പറയുന്നത് ആർക്കും സിനിമ ചെയ്യാം, മൊബൈൽ ഫോണുള്ള ആർക്കും സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽക്കമിങ് ആണ്. അപ്പം അങ്ങനെ ആയിട്ടുള്ളൊരു മീഡിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആർക്കും സിനിമ ചെയ്യാമെങ്കിൽ ആർക്കും നിരൂപണം ചെയ്യാം. അതിൽ ഇത് ചെയ്യുന്ന ആളുകളെ അപമാനിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കണം എന്നേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചെയ്തു വെച്ചൊരു ആർട്ട് ഫോം പബ്ലിക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്ന, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് തിയേറ്ററിൽ എത്തിക്കുന്നത്. അല്ലാതെ ഇത്ര മാർക്ക് ഡിഗ്രിക്ക് വാങ്ങിച്ചിട്ടുള്ള, ഇന്ന കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള സാഹിത്യകൃതികളൊക്കെ എഴുതി ഒരു 2 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണുള്ള ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞിട്ടല്ല. നാട്ടുകാരെ മുഴുവൻ വിളിക്കുകയാണ്. അപ്പം നാട്ടുകാർക്ക് മുഴുവൻ ഇത് കാണാനും അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മാർക്കറ്റ് ചെയ്തത്. പിന്നെ ഇതിൽ ഈ പറയുന്ന പൈസ ഇൻവോൾവ് ആവുന്നതാണ് ഇവരുടെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത്. ഇതിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ റിവ്യൂ യൂട്യൂബിൽ ഇട്ടിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഈ നിരൂപണങ്ങൾ പത്രങ്ങളിലും മാസികകളിലും അച്ചടിച്ച് വന്നിരുന്നപ്പോൾ അവരൊക്കെ ശമ്പളം വാങ്ങിയാണ് സിനിമ കാണുകയും നിരൂപണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതൊരിക്കലും ഒരു ഫ്രീ സർവീസ് അല്ല. നിങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ടാണ് ഈ സിനിമ കാണിച്ചു തരുന്നതെങ്കിൽ ഞാൻ അഭിപ്രായം പറയുമ്പോൾ ഞാൻ എൻ്റെ മോണറ്റൈസേഷൻ ഓഫ് ചെയ്തിടാം. ഞാൻ ഫ്രീ ആയിട്ടല്ല സിനിമ കാണുന്നത്, നിങ്ങൾക്ക് പൈസ തന്നിട്ടാണ് ഞാനത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അഭിപ്രായം പറയാം. അതിൽ നിന്ന് ഞാൻ എന്തുണ്ടാക്കുന്നു എന്തുണ്ടാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വിഷയം പോലുമല്ല. അപ്പം അതിനങ്ങനെ നോക്കിക്കാണാൻ കുറച്ച് പക്വത വേണം. ഇത് നമ്മൾ പോസിറ്റീവ് പറയുമ്പോൾ നമ്മളെയൊക്കെ വെട്ടിയൊട്ടിച്ച് റീലടിച്ച് എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ ശത്രുക്കളും സിനിമയുടെ അന്ധകരും ഒക്കെ ആയിട്ട് മാറും. ഇവർക്കൊക്കെ കാരണങ്ങളാണ് വേണ്ടത്. അപ്പം ആദ്യം കോവിഡ് ആയിരുന്നു വിഷയം. അത് കഴിഞ്ഞപ്പം ആളുകൾ തിയേറ്ററിലേക്ക് വരാത്ത വേറെ എന്തോ ഒരു വിഷയം എൻ്റെ ഇടയിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റിവ്യൂസിൻ്റെ നെഞ്ചിലേക്ക് വന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു കാരണം അവർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. നാട്ടുകാർക്കും മനസ്സിലായി തുടങ്ങി ഈ റിവ്യൂസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ മോശമായിരുന്നു. കഴിഞ്ഞ വർഷം ഇവർ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുമ്പോൾ തിയേറ്റർ ഡംപിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് 10ഉം 12ഉം പടങ്ങളൊക്കെ ഒരാഴ്ച തിയേറ്ററിൽ കൊണ്ട് ഇടുകയാണ്. അത് തൊട്ടടുത്ത ദിവസം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം വന്നാൽ ഫുൾ വാഷ് ഔട്ട് ആവുന്ന പടങ്ങൾ, അത്രയും പടങ്ങൾ ഇറക്കിയിട്ടാണ് റിവ്യൂ ബോംബിങ്ങിന് പറയുന്നത്. ഞങ്ങളാരും ആ പടം കണ്ടിട്ട് പോലുമില്ല. അങ്ങനത്തെ ഭയങ്കര കോമഡിയാണത്. അത് ആരുടെയെങ്കിലും തലയിൽ വെച്ച് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് അദ്ദേഹത്തിനുണ്ടായ നഷ്ടം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ അതിനിപ്പോൾ അങ്ങനെ കാണുന്നത്.